മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിന് മുൻപ് നിരീക്ഷകരുടെ റിപ്പോർട്ട് കാത്ത് ഹൈക്കമാൻഡ്. ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണെങ്കിലും എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് മറികടന്ന് രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുമോ എന്നാണ് ആകാംക്ഷ. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം ഭരണപരിചയമല്ല, മികച്ച കാഴ്ചപ്പാടാണെന്ന് വി.ഡി. സതീശൻ ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ആരാകും കേരള മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ എല്ലാ കണ്ണുകളും ഇനി ഹൈക്കമാൻഡിലേക്ക്. നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ നാളെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറും. ഭൂരിഭാഗം എംഎൽഎമാരുടെയും എംപിമാരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിനാണ്. എന്നാൽ കെ.സി. മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് ഉണ്ടാകും. മാത്രമല്ല AICC സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിൽ പുതിയ നേതാവിനെ കണ്ടെത്തേണ്ടി വരും. ഇതൊക്കെ പരിഗണിച്ച് അവസാന തീരുമാനം രാഹുൽ ഗാന്ധി ആയിരിക്കും ഇക്കാര്യത്തിൽ എടുക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സമ്മർദ്ദം ശക്തമാക്കുകയാണ് കെ.സി. വേണുഗോപാൽ. അതേസമയം മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം ഭരണപരിചയമല്ല, മികച്ച കാഴ്ചപ്പാടാണെന്നാണ് വി.ഡി. സതീശന്റെ നിലപാട്. ടീം കെട്ടിപ്പടുക്കാൻ കഴിവുണ്ടാകണം എന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വി.ഡി. പറഞ്ഞു. VS-നെയും മോഡിയെയും ചൂണ്ടിക്കാട്ടിയാണ് സതീശന്റെ പ്രസ്താവന. When Narendra Modi became the chief minister, what was his administrative experience? He was a party organizer, not even a senior parliamentarian. Team building is very important. To selection of the right people around you, that shows your leadership. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടി സംഘടനാ ദൗർബല്യമാണെന്ന ഒളിയമ്പും കെ.സി. വേണുഗോപാലിനെ ലക്ഷ്യം വെച്ച് സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായി. റിപ്പോർട്ടർ, ദില്ലി.